ഞാൻ എഴുന്നേറ്റ പിന്നാലെ തന്നെ ഏട്ടനും എഴുന്നേൽക്കുവേ. കാരണം ഏട്ടന് ഡ്യൂട്ടിക്ക് പോകണതുകൊണ്ട് ഏട്ടനൊരു 6:45 7 മണിക്കുള്ളിൽ വീട്ടിൽ നിന്ന് പോകാറുണ്ട്. അങ്ങനെ ഏട്ടനോട് ബായ് പറഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോകുന്നത്. അച്ഛൻ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അച്ഛന് ചായയും കൊടുത്ത് നേരെ തിരികെ വന്നേ. കുറേ നേരമായിട്ട് ഒരാൾ അവിടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ഇനി നമുക്ക് അവനെ ഫ്രൈ ചെയ്തെടുക്കണ്ടേ. അപ്പം ചട്ടി ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് രണ്ട് വേപ്പില ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചെമ്മീനില്ലേ, സോറി ഗൈസ്, പെരട്ടി വെച്ച ചെമ്മീനില്ലേ, അതും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വന്നു കേട്ടോ. ഇനി അത് അവിടെ ഇരുന്ന് മുരിഞ്ഞു വരട്ടെ. ആ നേരത്ത് നമുക്ക് ആദൂസിനെ വിളിച്ചെണിപ്പിക്കാം. കാരണം ആദൂസിനെ ഇപ്പം കുത്തിപ്പൊക്കിയാലേ കുറച്ച് കഴിയുമ്പോഴെങ്കിലും ആദൂസ് എണീറ്റ് ബാത്റൂമിലേക്ക് പോകുള്ളൂ കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ട് ഇക്കളിയിട്ട് ആദൂസിനെ എണീപ്പിച്ചതാണ് ഗൈസ്. പിന്നെ എന്തേ ആള് പൊതച്ച് മൂടി കിടക്കുവാണേ. ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞ് കിടക്കുക കേട്ടോ. എല്ലാ ദിവസവും രാത്രി ആദൂസിനോട് ഞാൻ നേരത്തെ കിടന്നുറങ്ങാൻ പറയും കേട്ടോ. എന്തൊക്കെ വന്നാലും ആദൂസ് അച്ഛ വന്ന് ഒരു 10:30 കഴിയാതെ കിടക്കൂലേ. വേറൊന്നും കൊണ്ടല്ല, രാവിലെ എണീക്കുമ്പോൾ എനിക്ക് സങ്കടം കേട്ടോ. ഉറക്കം തീരാതെ ഇങ്ങനെ വിളിക്കുമ്പോഴേ 5 മിനിറ്റ് പറഞ്ഞ് ആളെ എണീക്കും, പിന്നെയും കിടക്കും. ഇങ്ങനെയായിരുന്നേ. കഷ്ടപ്പെട്ട് ഞാൻ പിന്നെ ഇക്കളിയിട്ട് കുത്തിപ്പൊക്കി കേട്ടാ. ഇപ്പം സമയം 7:15 അപ്പോൾ എണീറ്റ പടി തന്നെ ഇന്നെന്താ കറിയമ്മേന്ന് ചോദിച്ചാൽ എണീറ്റത്. ആൾ മറന്നു പോയിട്ട് ചെമ്മീൻ പറഞ്ഞ കാര്യം. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. ദിവസം എങ്ങനെയെങ്കിലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഗൈസ്. പക്ഷെ പല്ല് തേച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പുറകെ നിൽക്കുന്നതും കൊണ്ട് ആൾക്ക് പറ്റുന്നില്ലല്ലോ. പിന്നെ ഞാൻ കുളിച്ചിട്ട് വരാമേന്നും പറഞ്ഞ് ആൾ കുളിക്കാൻ വേണ്ടി പോവുകയാണേ.